എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ റുഖ്യ അവളാണെങ്കിൽ ഒരുപാട് വിഷമത്തില് ആ എക്സിക്യൂഷൻ ബേസിൽ അവിടെ അങ്ങനെ പേടിച്ചു നിൽക്കും. ഇനി അവളുടെ മുൻപിൽ ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അവളുടെ ജീവൻ അതേതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളെ വിട്ടുപോകും. സോ അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവൾക്കാകെയുള്ള ചിന്തയും ടെൻഷനും അവളുടെ ഫ്രണ്ട്സുകളെ ഓർത്ത് മാത്രമാണ്. അവൾ ഒരു സെക്കൻഡ് അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ആലോചിക്കും. ഇന്ന് റുഖ്യയുടെ മരണം മാത്രമല്ല, ഇന്നാണ് അവൾ ജനിച്ച ദിവസം. അവൾ ചുറ്റും നോക്കും. ആ സോൾ സൊസൈറ്റിയിലെ ഒരുപാട് സോൾജിയേഴ്സും അതുപോലെ തന്നെ ക്യാപ്റ്റൻസും എല്ലാവരും ആ ഒരു മുഹൂർത്തം കാണാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നോക്കി നിൽക്കുകയാണ്. അവൾ ഒരു സെക്കൻഡ് ഇപ്പൊ അവളുടെ ഹെഡ് ക്യാപ്റ്റനെ നോക്കും. ഹെഡ് ക്യാപ്റ്റൻ മൊട്ടയാണെങ്കിൽ റുഖ്യയോട് മരിക്കുന്നതിന് മുൻപ് അവൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ചോദിക്കും. അതിന് അവൾ പറയും, ഹ്യൂമൻ വേൾഡിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കുറച്ച് പേര് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ സേഫായി തിരികെ ഹ്യൂമൻ വേൾഡിലേക്ക് തന്നെ അയക്കണം. അത് കേട്ട ഹെഡ് ക്യാപ്റ്റൻ ആണെങ്കിൽ അല്പനേരം എന്തൊക്കെയോ ആലോചിക്കും. അതിനുശേഷം അവളോട്, ഓക്കെ, കുഴപ്പമില്ല, നിന്റെ അവസാനത്തെ ആഗ്രഹം അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയും. പക്ഷെ ഹെഡ് ക്യാപ്റ്റൻ ആണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവളുടെ സമാധാനത്തിന് വേണ്ടി മാത്രമാണ് അപ്രകാരം പറഞ്ഞത്. അടുത്ത നിമിഷം എക്സിക്യൂഷൻ പ്രൊസീജിയർ അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റുഖ്യയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ കൈകൾ ബന്ധിക്കും. അതിനുശേഷം അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ സമ്പത്തുമാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സോൾജിയർ അങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ഒക്കിത്താക്കി ആളാണെങ്കിൽ ഒരു ഷീൽഡുമായിട്ട് ആ എക്സിക്യൂഷൻ നടക്കുന്ന ബേസിലേക്ക് റുഖ്യയെ നോക്കി അങ്ങനെ പതിയെ നടന്നു വരും. അദ്ദേഹത്തിന്റെ സ്ക്വാഡിലെ ഒരു മെമ്പറാണ് റുഖ്യ. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും റുഖ്യയെ രക്ഷപ്പെടുത്തണമെന്ന് ഒരുപാട് ആഗ്രഹം തോന്നും. മറ്റൊരു ഭാഗത്ത് ഒർഹിബാൻ ടീം അവരും ഇപ്പൊ റുഖ്യയുടെ എക്സിക്യൂഷനെ കുറിച്ച് അറിയാണ്. ഉടനെ ആ പിങ്കി പെണ്ണ് അവളാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് എത്രയും വേഗം അവിടേക്ക് പോകണം. നിങ്ങളെ കൊണ്ടാവും പോലെ വളരെ സ്പീഡിൽ തന്നെ അവിടേക്ക് എത്തണമെന്ന് പറഞ്ഞ് അവളുടെ പവർ എടുത്ത് ഇപ്പൊ ആ ഒരു എക്സിക്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ സ്പീഡിൽ പോവും. പിങ്കി പെണ്ണാണെങ്കിൽ അങ്ങനെ തിരിഞ്ഞ് അവരോട് പറയും, ഇച്ചിഗോ എന്റെ നല്ല ഫ്രണ്ടാണ്, തീർച്ചയായിട്ടും ഇച്ചിഗോ അവളെ രക്ഷിക്കും. എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമിലേക്ക് അവൻ തീർച്ചയായിട്ടും എത്തും. അവിടെ അവന്റെ സഹായത്തിന് ഞാനും എന്റെ ടീംമേറ്റ്സും ക്യാപ്റ്റനും ഒക്കെ ഉണ്ടാവണം. തീർച്ചയായിട്ടും എന്റെ മുഴുവൻ സപ്പോർട്ടും അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഫുൾ ഫോഴ്സിൽ അവിടുന്ന് അങ്ങനെ മുൻപോട്ടേക്ക് കുതിക്കും. ഇതാ ഇവിടെ റുഖ്യ അവളാണെങ്കിൽ കൈകളൊക്കെ വിരിച്ചു പിടിച്ച് മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കും. അടുത്ത നിമിഷം സമ്പത്തുവിന്റെ ഫസ്റ്റ് ഫോം അതങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. ഒരു പക്ഷി അത് ഓൺ ഫയർ ആയിട്ട് റുഖ്യയ്ക്ക് നേരെ അങ്ങനെ പറന്നു വരും. ആ ബ്ലേസിംഗ് ബേർഡ് ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വരും. അതൊരു 100 സമ്പത്തുവിന്റെ അത്രയും പവറുള്ള ഒന്നാണ്. എല്ലാവരും ആകാംക്ഷയോട് കൂടെ ആ നിമിഷം കണ്ണിമ വെട്ടാതെ അങ്ങനെ ഉറ്റു നോക്കുകയാണ്. റുഖ്യ ആണെങ്കിൽ കണ്ണുകൾ അടച്ച് എന്തും സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അവൾ ഒരു സെക്കൻഡ് അവളുടെ മനസ്സിലേക്ക് നല്ല നല്ല മെമ്മറീസ് കൊണ്ടുവരാണ്. ചെറുപ്പത്തില് റാഞ്ചിയും ആ കുട്ടികളും ഒക്കെ ആയിട്ട് അവൾ ടൈം സ്പെൻഡ് ചെയ്തത്, പിന്നീട് സോൾ സൊസൈറ്റിയിലേക്ക് വന്നത്, ഇത്രയും കാലവും ജീവിച്ചത്, ഇച്ചിഗോയായിട്ട് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ആലോചിക്കും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ അവളുടെ കൂടെ ആരുമില്ല. അവൾ ഒറ്റയ്ക്ക് പോവാനായി തയ്യാറായി നിൽക്കുകയാണ്. അവളെ രക്ഷിക്കാൻ അവിടേക്ക് ആരും തന്നെ എത്തിയിട്ടില്ല. അവളുടെ ഒരേ ഒരു ആഗ്രഹം അവളുടെ ഫ്രണ്ട്സിന് അവർക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഇച്ചിഗോയും ടീമും സേഫ് ആയിട്ട് എർത്തിലേക്ക് എത്തണം. അങ്ങനെ അവൾ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ ആലോചിച്ച് കണ്ണു തുറക്കും. ആ ഒരു ബേർഡ് അത് അവളുടെ അടുത്ത് എത്തിയിട്ടില്ല. അതങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. അവളുടെ ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടും. അതിനെ തടഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഹീറോ ഇച്ചിഗോ. അവനവന്റെ സമ്പത്തു അതുപയോഗിച്ച് ഹായ് ആയിട്ട് ആ ബേർഡിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതിന്റെ ഫയർ പവർ അതിങ്ങനെ ഓരോ ഭാഗത്തേക്ക് തെറിച്ചുകൊണ്ടേയിരിക്കും. റുഖ്യയാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ ഇച്ചിഗോയെ കണ്ട് ഷോക്ക് ആവുകയാണ്. അവളെ കൊണ്ട് അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഇച്ചിഗോ അവിടേക്ക് വന്ന് അവളെ രക്ഷിക്കുമെന്ന് അവൾ കരുതിയതല്ല. അവൾ നിലവിളിച്ചു പറയും, ഇച്ചിഗോ ഓടിക്കോ, തീർച്ചയായിട്ടും ഈ ക്യാപ്റ്റൻസിന്റെ കയ്യിൽ നീ പെട്ടുപോയ അവർ നിന്നെ ഉറപ്പായാലും കൊന്നുകളയും. എത്രയും വേഗം നീ രക്ഷപ്പെട്ടു പോ. പക്ഷെ ഹീറോ ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെ നോക്കി അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. അവന്റെ ഉള്ളില് ഒരു ദൃഢനിശ്ചയമുണ്ട്, എങ്ങനെയെങ്കിലും റുഖ്യയെ സേവ് ചെയ്ത് തിരികെ കൊണ്ടുവരിക എന്നത്. ചുറ്റുമുണ്ടായിരുന്ന ക്യാപ്റ്റൻസും സോൾ റിപ്പേഴ്സും അവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ്. ഈ പയ്യന് അവനെ കൊണ്ടെങ്ങനെ അത്രയും പവർഫുള്ളായ സമ്പത്തു ബേർഡിനെ അതിനെ തടയാൻ കഴിഞ്ഞു? അതിന് ഈ പയ്യൻ അവൻ ആരാണ്? അടുത്തായിട്ട് യോഗിത്തോ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ആളുടെ കയ്യിലുള്ള കാർഡ് അതങ്ങനെ വലിച്ചെറിഞ്ഞ് ആ ബേർഡിനെ മുഴുവനായിട്ടും പ്രിവെന്റ് ചെയ്ത് നിർത്തും. ആ ഒരു ഷീൽഡിന്റെ പവറിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ ബേർഡ് അങ്ങനെ തകർന്നു പോകും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹീറോ ഇച്ചിഗോ അവനാണെങ്കിൽ അവന്റെ സമ്പത്തു അതെങ്ങനെ കറക്കി കൊണ്ടു
കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം അതങ്ങനെ തകർക്കാനായിട്ട് പ്ലാറ്റ്ഫോമിന് നേരെ വരും. റുഖ്യയുടെ മനസ്സിലെ ടെൻഷനും പേടിയും അവളുടെ ഹാർട്ട് ബീറ്റും എല്ലാം തന്നെ ഒരുപോലെ കൂടി കൂടി വരികയാണ്. കാരണം ഇച്ചിഗോയുടെ ഇപ്പോഴത്തെ പവറിനെ കുറിച്ച് അവൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ആ ഒരു ബേസ്മെന്റ് തകർക്കാൻ കഴിയില്ല എന്നൊരു പേടിയിൽ റുഖ്യ അങ്ങനെ നിൽക്കും. പക്ഷെ ഹീറോ അവനാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് റുഖ്യയെ അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു ബേസ്മെന്റ് മുഴുവൻ തകർത്ത് തവിട് പൊടിയാക്കും. ബേസ്മെന്റ് തകർന്ന് താഴേക്ക് വീണ നമ്മുടെ റുഖ്യയെ ഹീറോ ആണെങ്കിൽ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരും. റുഖ്യയ്ക്ക് ആണെങ്കിൽ ഭയങ്കര സന്തോഷം. അതോടൊപ്പം തന്നെ അവളുടെ പേടിയും കൂടും. കാരണം അവിടെ ചുറ്റും ഒരുപാട് ക്യാപ്റ്റൻസും സോൾ ട്രൂപ്പേഴ്സും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പുറത്തേക്ക് രക്ഷപ്പെടും? പുറത്തേക്ക് പോകാനുള്ള വഴി എല്ലാം തന്നെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവളങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ റാഞ്ചി അവൻ അവിടേക്ക് ഒരു എൻട്രൻസ് കൊടുക്കുക. അവന്റെ ബോഡിയിലാണെങ്കിൽ ഒരു സ്ക്രാച്ച് പോലും കാണാനില്ല. അവൻ കംപ്ലീറ്റ് ഹീലായി അവിടേക്ക് എത്തി. റാഞ്ചിയെ കാണേണ്ട താമസം റുഖ്യയാണെങ്കിൽ വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തില് അങ്ങനെ പൊട്ടിച്ചിരിക്കും. ഇച്ചിഗോ ആണെങ്കിൽ മറ്റൊന്നും നോക്കില്ല. അവളെ അങ്ങനെ തൂക്കിയെടുത്ത് റാഞ്ചിന്റെ അടുത്തേക്ക് വലിച്ചെറിയാണ്. റാഞ്ചി അവളെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. ഇച്ചിഗോ നിലവിളിച്ചു പറയും, റാഞ്ചി റുഖ്യയായിട്ട് രക്ഷപ്പെട്ട് ഓടിക്കോ. അത് കേൾക്കേണ്ട താമസം റാഞ്ചി ആണെങ്കിൽ ഉഷാറായിട്ട് അവളെ തൂക്കിയെടുത്ത് ചാടി ഓടുകയാണ്. എത്രയും വേഗം റുഖ്യയെ അവളെ സേഫായ ഒരു സ്ഥലത്ത് എത്തിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സോൾ റിപ്പേഴ്സും ടെൻസും അങ്ങനെ എല്ലാവരും അവരെ ഫോളോ ചെയ്തു വന്ന് റുഖ്യയെ കൊല്ലാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരുപാട് സോൾ റിപ്പേഴ്സ് ഹീറോയെ അച്ചറം പൊച്ചറം വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. ഹീറോ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവരുടെ എല്ലാ അറ്റാക്കുകളിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ അവനിപ്പോ ഉള്ളത് സോൾ സൊസൈറ്റിയിലാണ്. അവിടെ പവർഫുൾ ആയ ഒരുപാട് സോൾ റീപ്പേഴ്സ് ഉണ്ട്. അടുത്ത നിമിഷം ക്യാപ്റ്റൻ കുച്ചിക്കി ആളാണെങ്കിൽ ആളുടെ സമ്പത്ത് ഉപയോഗിച്ച് ഹീറോയെ ആഞ്ഞു വെട്ടും. അതിന് ഹീറോ, നീ ഇത്ര വേഗം എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുമെന്ന് ഞാൻ കരുതിയതല്ല. നിന്റെ ഫൈറ്റിംഗ് സ്കില്ല് അതെനിക്ക് കണ്ടും തിരികെ ഫൈറ്റ് ചെയ്തും എനിക്ക് ആസ്വദിക്കണം എന്ന് പറഞ്ഞ് അവർ ഫൈറ്റ് ചെയ്യും. ഹീറോ ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിലാണ്. കാരണം അവന് നന്നായിട്ട് അറിയാം അവന്റെ പവർ അതിപ്പോ ആ ക്യാപ്റ്റൻസിന്റെ അത്രയും തന്നെ എൻഹാൻസ്ഡ് ആയെന്ന്. അത് കേട്ട് കലി ഇളകി ഭ്രാന്തായ നമ്മുടെ കൊച്ചിക്കൈ ക്യാപ്റ്റൻ ആള് ഫുൾ കലിപ്പില് ഹീറോയെ അറ്റാക്ക് ചെയ്യുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.